കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. യൂത്ത് കോൺഗ്രസ്സിലൂടെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയായി, സംസ്ഥാന കമ്മിറ്റി അംഗമായി, സംസ്ഥാന സെക്രട്ടറിയായി, നാഷണൽ കോർഡിനേറ്ററായി, 2 തവണ കൗൺസിലറാകാൻ സാധിച്ചു. 2ാം തവണ കൗൺസിലറായപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിക്കാനും സാധിച്ചു. അതിനിടയിൽ ഒരു തവണ വൈപ്പിനിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള അവസരം പാർട്ടി തന്നു. ഇപ്പോൾ വീണ്ടും തൃപ്പൂണിത്തുറയിലാണ് മത്സരിക്കാൻ പറഞ്ഞത്. വൈപ്പിനിലെ മത്സരത്തിന് ശേഷം കൊച്ചി നഗരസഭയുടെ അംഗമായി മത്സരിക്കാനാണ് പിന്നീട് എന്നോട് പറഞ്ഞത്. ഞാൻ പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു കൗൺസിലറായി. അതിനുശേഷം ഡെപ്യൂട്ടി മേയർ എന്നുള്ള ചുമതല, കൊച്ചി നഗരത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ഡെപ്യൂട്ടി മേയർ കാലാവധി വളരെ കുറഞ്ഞ കാലാവധിയായിരുന്നെങ്കിലും കൊച്ചി നഗരസഭയുടെ ഈ കൗൺസിലിൻ്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കിട്ടിയ അവസരമാണ് ഏറ്റവും കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിച്ചത്. കൊച്ചി നഗരത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ, UDF അധികാരത്തിൽ വന്നപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം തന്നെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കാനും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അതോടൊപ്പം കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിന് കേവലം ഒരു വർഷത്തേക്കല്ല ബഡ്ജറ്റ് ഉദ്ദേശിച്ചത്. ആ ബഡ്ജറ്റിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ആദ്യം ഒരു വർഷത്തിൽ തീർക്കുന്ന പ്രോജക്റ്റുകൾ, അതിന് ശേഷം 5 വർഷം കൊണ്ട് തീർക്കാവുന്ന പ്രോജക്റ്റുകൾ, അതോടൊപ്പം തന്നെ 25 വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായും ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമേ അധികാരത്തിൽ വന്നപ്പോൾ മുന്നോട്ട് വെച്ച ആശയം. വിവിധങ്ങളായ സംഘടനകളെയും അതോടൊപ്പം വ്യക്തികളെയും, പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നുമൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ചും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുമൊക്കെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. ആ ബഡ്ജറ്റിന് വലിയ പ്രശംസ ലഭിച്ചു എന്ന് തന്നെയാണ്. പിന്നെ കൊച്ചി നഗരസഭ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് പ്രസംഗമാണ്. 2 മണിക്കൂർ 46 മിനിറ്റ് കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നല്ല അനുഭവമായിരുന്നു. മികച്ച പിന്തുണ കോർപ്പറേഷനിൽ മേയറുടെ ഭാഗത്തു നിന്നും, കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും, കമ്മിറ്റി ചെയർമാൻമാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ലഭിച്ചു. തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, തൃപ്പൂണിത്തുറയിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇടക്കൊച്ചി പള്ളുരുത്തി മേഖലയിലുള്ള കോർപ്പറേഷൻ ഡിവിഷനുകളാണ് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗമായി വരുന്നത്. അവിടെയെല്ലാം വലിയ പ്രോജക്റ്റുകൾ, 40 അടി റോഡിനുൾപ്പെടെ ഫണ്ട് വലിക്കുന്നതിനും അതോടൊപ്പം ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം വയോജനങ്ങൾക്കായി ഒരു വകുപ്പ് തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഞങ്ങളുടെ കൊച്ചി നഗരത്തിൻ്റെ ബഡ്ജറ്റിൽ തന്നെ അന്ന് ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ദിരാ ക്യാൻറ്റീൻ ആദ്യമായി കേരളത്തിൽ നടപ്പാക്കിയത് കൊച്ചി നഗരസഭയുടെ ബഡ്ജറ്റ് പ്രപ്പോസലായി ആണ് ഞങ്ങൾ നടപ്പാക്കിയത്. എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഇന്ദിരാ ക്യാൻറ്റീൻ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. കൊച്ചി നഗരത്തിൻ്റെ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞതാണ്, വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വയോജനങ്ങൾക്ക് സൗഹൃദമായി ഉള്ള നിരവധി പദ്ധതികൾ കൊച്ചി നഗരത്തിൻ്റെ ബഡ്ജറ്റിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അതിനകത്ത് പ്രചോദനമായത് മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന, ഞാൻ ഡെപ്യൂട്ടി മേയറായി വന്നതിന് ശേഷം പല മാധ്യമ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ജനങ്ങളോട് ടോക്ക് ഷോ പോലെ നടത്തുകയുണ്ടായി. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് കൊച്ചി നഗരത്തിൽ, അതുപോലെ നമ്മുടെ കേരളത്തിലും എറണാകുളത്തും ഒക്കെ പാരൻസ് ആയിട്ടുള്ള ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായി തന്നെ കുട്ടികൾ പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നതും അതോടൊപ്പം ജോലി തേടി പോകുന്നതും, കേരളത്തിൽ ജോലി സാധ്യത കുറയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അപ്പോൾ
വയോജനങ്ങൾ മാതാപിതാക്കളിലൂടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ എന്തെല്ലാം ആവിഷ്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തയിലേക്ക് വന്നത്. ചോദ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അപ്പോൾ ബഡ്ജറ്റിൽ തന്നെ വയോജന സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇപ്പോൾ ലോകത്ത് തന്നെ നഗരങ്ങളിൽ നഗരത്തിൻ്റെ ഇൻഡെക്സ് എടുക്കുമ്പോൾ ഹാപ്പിയസ്റ്റ് നഗരങ്ങളിൽ താമസിക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഹാപ്പിനെസ്സിൻ്റെ ഇൻഡെക്സ് ഉയർന്നു വരണം എന്ന് കണ്ടുകൊണ്ടാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കൊച്ചി നഗരസഭയുടെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം 50 രൂപയുണ്ടെങ്കിൽ 3 നേരത്തെ ഭക്ഷണം കൊച്ചി നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും കഴിക്കാനുള്ള സാഹചര്യം ഇന്ന് നിലവിൽ കൊച്ചി നഗരത്തിലുണ്ട്. അതിന് സാഹചര്യമുണ്ടായത് ഇന്ദിരാ ക്യാൻറ്റീനിലൂടെയാണ് അത് നടപ്പാക്കാൻ സാധിച്ചത്. 10 രൂപയ്ക്ക് രാവിലെ 4 ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഉൾപ്പെടെയും അതോടൊപ്പം തന്നെ 30 രൂപയ്ക്ക് ഉച്ച ഭക്ഷണം കഞ്ഞിയുണ്ട്, പൊതിച്ചോറുമായിട്ട് അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. അത് 30 രൂപയ്ക്ക്. വൈകിട്ട് 3 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉൾപ്പെടെ അത്താഴം 10 രൂപയ്ക്ക് ലഭ്യമാകുന്ന ഒരു 50 രൂപയുണ്ടെങ്കിൽ 3 നേരത്തെ ഭക്ഷണം ഇന്ന് കൊച്ചി നഗരത്തിലെത്തുന്ന ഏതൊരു വ്യക്തിക്കും കഴിക്കാൻ ഉള്ള സാഹചര്യമുണ്ട്. അത് ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നയപ്രഖ്യാപനം വരുന്നതിന് മുന്നും തന്നെ ഞങ്ങൾ കൊച്ചി നഗരസഭ യാഥാർത്ഥ്യമാക്കിയതാണ്. തീർച്ചയായും നിരവധിയായ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. യേശുദാസിന് വേണ്ടി യേശുദാസിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട് എടുക്കുന്നതുൾപ്പെടെ അതിനൊരു സ്മാരകം ഉണ്ടാക്കുന്നതുൾപ്പെടെ സെൻട്രൽ ഗവൺമെൻറ്റുമായി ചേർന്ന് ആ പദ്ധതി നടപ്പാക്കാൻ ബഡ്ജറ്റ് പ്രൊപ്പോസലുണ്ടായിരുന്നു. അതുപോലെ തന്നെ PT തോമസിനൊരു സ്മാരകം നിർമ്മിക്കുന്നതിന് കടവന്ത്രയിൽ സ്ഥലം കണ്ടെത്തി 2 കോടി രൂപ ആ സ്മാരകം യാഥാർത്ഥ്യമാക്കുന്നതിന് ബഡ്ജറ്റ് പ്രൊപ്പോസൽ തുക അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയെ ഒരു ബിനാലെ സിറ്റിയാണ് കൊച്ചി. ആ ബിനാലെ നടക്കുന്നതോടൊപ്പം തന്നെ കൊച്ചിയിൽ വീണ്ടും ആർട്ടിൻ്റെയും കലാരൂപങ്ങളുടെയും ഒരു സിറ്റിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്ത് ആ ബിനാലയെ പ്രയോജനപ്പെടുത്തുന്നതിനുമൊക്കെയായി ഒരു ആർട്ട് സിറ്റി, ആർട്ട് ക്യൂറേറ്റർ ഉൾപ്പെടെ കൊച്ചി നഗരത്തിന് ഞങ്ങൾക്ക് ഒരു വ്യക്തിയെ, ബിനാലയുടെ വ്യക്തിയെ തന്നെ ചുമതലപ്പെടുത്താൻ സാധിച്ചു. ആർട്ടിൻ്റെ ഒരു ക്യൂറേറ്ററായി ബോസ് കൃഷ്ണമാചാര്യയെ നിയമിക്കാൻ സാധിച്ചു. അതുപോലെ നിരവധിയായ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി വരാൻ സാധിച്ചതെന്നുള്ളത് ഈ നഗരസഭയിലെ കൗൺസിലറായ പ്രവർത്തനങ്ങളും ഡെപ്യൂട്ടി മേയറായി ചുമതല വഹിച്ചപ്പോഴുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തൃപ്പൂണിത്തുറയിലെത്തിയത്. തൃപ്പൂണിത്തുറയിൽ കാലങ്ങളായി എൻ്റെ അമ്മ വീട് പള്ളുരുത്തിയാണ്. പള്ളുരുത്തി സ്കൂളിൽ NSS സ്കൂളിലാണ് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ SDPI സ്കൂളിലെ അധ്യാപകനായിരുന്നു. അമ്മ NSS സ്കൂളിലെ അധ്യാപികയായിരുന്നു. പള്ളുരുത്തിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ. പിന്നെ KSU കാലം, യൂത്ത് കോൺഗ്രസ് കാലത്തിലുമൊക്കെ പ്രവർത്തിച്ച നിരവധിയായ ബന്ധങ്ങൾ ഉള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ. പ്രത്യേകിച്ച് അവിടുത്തെ മുൻ MLA ആയിരുന്ന K. ബാബുവുമായുള്ള നല്ല അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹവുമായി KSU കാലഘട്ടം മുതൽ ഞങ്ങളെല്ലാം നയിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയും തൃപ്പൂണിത്തുറയിൽ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. 18,468 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ചു. അതിന് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ
അറിയിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ കേട്ടുകൊണ്ട്, എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികളുമായി സംസാരിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ വികസനങ്ങൾ, തൃപ്പൂണിത്തുറ തീർച്ചയായും ഒരു ടെമ്പിൾ സിറ്റി കൂടിയാണ്. തീർച്ചയായും നിരവധിയായ അമ്പലങ്ങളുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ മെട്രോ എത്തിയിരിക്കുന്ന നഗരപ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് വികസനം നടത്തുക എന്നുള്ളത് ഒരു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. തീർച്ചയായും ടൂറിസം രംഗത്തുമൊക്കെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. നമുക്ക് ടൂറിസത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ടൂറിസത്തിനും പ്രാധാന്യം നൽകേണ്ട കാലഘട്ടമാണ്. കേരളം ഒരു ബ്രാൻഡായി മാറ്റിക്കൊണ്ട് തീർച്ചയായും ടൂറിസം ഉൾപ്പെടെയുള്ള ടെമ്പിൾ സിറ്റിയായ നമ്മുടെ തൃപ്പൂണിത്തുറയെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനം വരുന്ന സാഹചര്യം ഉണ്ടാകണം. നമുക്ക് വികസനം തോടൊപ്പം തന്നെ അവിടെയുള്ള മരട് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സിറ്റിയുടെ വികസനത്തിലേക്കായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള നഗരസഭയാണ് മരട് നഗരസഭ. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ നഗരസഭയും കുമ്പളം പഞ്ചായത്തും ഉദയംപേരൂർ പഞ്ചായത്തും കോർപ്പറേഷൻ്റെ ഡിവിഷനുകളും എല്ലാം ചേർന്ന പ്രദേശമാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം. അതിൻ്റെ വികസന തുടർച്ച ഉണ്ടാകണമെന്നാണ് ഞാൻ ഇലക്ഷൻ സമയത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. ആ വികസന മെട്രോ ഉൾപ്പെടെ വന്ന നഗരസഭയാണ് തൃപ്പൂണിത്തുറ നഗരസഭ. തീർച്ചയായും ആ വികസന തുടർച്ച ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പീസ്ഫുള്ളായി സന്തോഷകരമായി ജീവിക്കാൻ ഉള്ള സാഹചര്യവും കൂടി ഉണ്ടാകണം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ നഗരത്തിലേക്ക് എത്തുന്നതിന് ബ്ലോക്ക് ഉൾപ്പെടെ മൊബിലിറ്റി സൗകര്യം കൂടുതലായി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എത്തരത്തിൽ റോഡ് വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ മുൻഗണന കൊടുക്കണമെന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. നമുക്ക് എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ വികസനവും അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്.